വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നൊരു വീക്കെൻഡാണ്. അപ്പോൾ വിചാരിച്ച ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന്. ഫുൾ ടൈം വീട്ടിൽ തന്നെയാണ്. അപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇവിടെ നല്ല മഴയാണ്. രാവിലെ തുടങ്ങിയ മഴയാണ്. ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ ലേറ്റായി. ഇന്ന് സൺഡേ അല്ല, സോറി, ഇന്ന് ഗാന്ധി ജയന്തിയാണ്. ഇന്ന് വീക്കെൻഡ് അല്ല, ഇന്ന് വീക്ക് ഡേ ആണ്. പെട്ടെന്ന് ദിവസം വർക്കില്ലാതായപ്പോൾ ഞാൻ പെട്ടെന്നെല്ലാം മറന്നുപോയി. ഇന്ന് വെനസ്ഡേ ആണ്. അപ്പോൾ ഇന്ന് ഗാന്ധി ജയന്തി ആയതുകൊണ്ട് നമുക്കിന്ന് വർക്കൊന്നുമില്ല. അപ്പോൾ വീട്ടിലത്തെ ഒരു ദിവസം എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു, നമ്മൾ എന്തൊക്കെ കുക്ക് ചെയ്യുന്നു, എന്തൊക്കെ കഴിക്കുന്നു, ആ ഒരു നോർമൽ ഡെയിലി വ്ളോഗാണ് അപ്പോൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. അതുപോലെ ഞാൻ എന്തൊക്കെ കുക്ക് ചെയ്യുന്നു, അത് എൻ്റെ രീതിക്ക് എങ്ങനെയാണെന്നുള്ളതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ കോഫിയൊക്കെ ഇട്ടു. കോഫിയും പിന്നെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ദോശയ്ക്ക് പകരം പൊറോട്ട ഉണ്ടായിരുന്നു തലേന്ന് മേടിച്ച രാത്രി. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കഴിക്കാമെന്ന്. അങ്ങനെ പൊറോട്ട പിച്ചിട്ട് ഇങ്ങനെ ചൂടാക്കി എടുക്കില്ലേ, അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ പൊറോട്ടയും ചിക്കൻ കറിയും കോഫിയുമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചത്. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ടി വി ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ടി വി ഒക്കെ വെച്ച് എന്തെങ്കിലും മൂവിയോ എന്തെങ്കിലും വീഡിയോസോ ഒക്കെ കാണാമെന്ന് വിചാരിച്ചു. യെസ്, അപ്പോൾ നമ്മൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യാം. ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണം, അപ്പം എന്തെങ്കിലും കുക്ക് ചെയ്യണം. അപ്പോൾ ഫിഷുണ്ട്, മീനുണ്ട്. അപ്പം അയല മീനാണ് മേടിച്ച് വെച്ചത്. ഇപ്പം ഇന്നലെ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. ഇന്നലെ എടുത്തില്ല. അപ്പോൾ വിചാരിച്ചു ഇന്ന് കുക്ക് ചെയ്യാമെന്ന്. ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും, കുറച്ച് ഫ്രൈ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് മാത്രം 2 പീസ് എടുത്ത് ഫ്രൈ ചെയ്തിട്ട് ബാക്കി കറി വയ്ക്കാം. പിന്നെ എൻ്റെ ഫേവററ്റ് സാധനമാണത്, കീരയുണ്ട്. അപ്പോൾ കീരത്തോരൻ വെക്കാം. പിന്നെ ഒഴിക്കാനായിട്ട് പുളിശ്ശേരി. അപ്പോൾ ഇത്രയാണ് നമ്മൾ ലഞ്ച് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കുക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അത്ര അടിപൊളിയായിട്ടുള്ളതോ ഭയങ്കര ഒരു ഹെവി ഡിഷ് തന്നെ ഉണ്ടാക്കണം എന്നൊന്നുമില്ല. ഇഷ്ടമുള്ള എന്തും നമുക്കിപ്പം ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കുക്ക് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് പോയി കുക്ക് ചെയ്ത് കഴിക്കും. ഞാൻ തന്നെ ഉണ്ടാക്കും, ഞാൻ തന്നെ കഴിക്കും. അപ്പം എനിക്കൊന്ന് ഇതിന് മുന്നേ ഉള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉണ്ടാക്കുന്നത് ഞാനാണ്. ചില സാധനങ്ങൾ വേറെ ആരും കഴിക്കില്ല, ഞാൻ ഒറ്റയ്ക്കായിരിക്കും കഴിക്കുന്നത്. പക്ഷേ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ദോശ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു പോയി. ഞാൻ ഫ്രിഡ്ജിൽ ഇന്നലെ രാത്രി മേടിച്ച് പൊറോട്ടയും ചിക്കനും ബാക്കി ഉണ്ടായിരുന്നു. ഓഫ്കോഴ്സ് ഞാനതെടുത്ത് കഴിച്ചു. രാവിലെ നോൺ വെജ് കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് പറയും, പക്ഷെ കളയാൻ വയ്യ, ഞാനെടുത്ത് കഴിച്ചു. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ വ്യൂവിലേക്ക് പോവാം. നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷൻസിലോട്ട് പോവാം. പിന്നുള്ളൊരു കാര്യം, എനിക്ക് പല ദിവസവും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കും. പാതി വഴിയാകുമ്പോൾ ഞാൻ വിട്ടുപോകും. പിന്നെ അതൊക്കെ ഞാൻ അവിടെ ഇടും. അതൊന്ന് കംപ്ലീറ്റ് ചെയ്തൊരു എന്താ പറയുക, ഒരു ഡിസിപ്ലിൻ എനിക്ക് ആ കാര്യത്തിൽ ഇതുവരെ വന്നിട്ടില്ല. കാര്യം ഇപ്പം ഞാൻ വീഡിയോസ് പറയുവാണെങ്കിൽ മിക്കപ്പോഴും ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് എനിക്കത് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഞാനത് ശരിയായി നന്നായിട്ട് ഫുൾ വീഡിയോ എടുത്ത് നന്നായിട്ട് എഡിറ്റ് ചെയ്തൊക്കെ അപ്ലോഡ് ചെയ്യും എന്ന് വിശ്വസിക്കാം. പക്ഷെ ഇന്ന് ഞാൻ എന്തായാലും ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഡിസിഷൻ. ഇന്ന് ഫുൾ ഞാൻ എൻ്റെ ഡെയിലി വ്ളോഗ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് മീൻകറി ഉണ്ടാക്കാനുള്ള അരപ്പ് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ രീതിക്ക് ഉണ്ടാക്കുന്നതാണ്. എല്ലാവരും ഇതുപോലെ ആവണം എന്നില്ല. അപ്പം ഞാൻ ഒരു മിക്സി എടുത്തു. അതിലേക്ക് നമ്മുടെ തേങ്ങ തിരുവിയത് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ചെറിയ ഉള്ളി, ഒരു 4-5 ചെറിയ ഉള്ളി, ഒരു വലിയ പച്ചമുളക്, പിന്നെ അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഒരു 1.5 ഇങ്ങനെ അളവൊന്നുമില്ല, എനിക്ക് കറക്റ്റ് ആവും തോന്നുന്ന രീതിക്ക് ഞാൻ ആഡ് ചെയ്യും. ഓൾമോസ്റ്റ് ഒരു 2 ടീസ്പൂൺ ഇട്ടു. പിന്നെ ഒരു 1.25 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. ഒരു 1/4 ടീസ്പൂൺ ആവശ്യത്തിന് വരുന്ന രീതിക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇതെല്ലാം നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മീൻ ചട്ടിയിലേക്ക് അതും കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മാങ്ങ ഇട്ടാണ് ഞാനിന്ന് വെക്കുന്നത്. അപ്പം നല്ല മാങ്ങ കിട്ടിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. മാങ്ങയും മുരിങ്ങയ്ക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കറിവേപ്പിലയും ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത്, കുറച്ച് ഉപ്പ് ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് പുളിവെള്ളവും, ഞാൻ തക്കാളിയും മാങ്ങയൊക്കെ ഇടുന്നതുകൊണ്ട് പുളി അത്യാവശ്യം കൂടി നിൽക്കും, അതുകൊണ്ട് കുറച്ച് പുളിവെള്ളം ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ മീൻ നല്ല കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത മീനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അയല മീനാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ മീനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പച്ചമുളകും കൂടെ നടുക്കുന്ന് കീറിയതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പം നമുക്കിനി ഇത് മൂടി വെച്ചൊരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മീനൊക്കെ നന്നായിട്ട് വേവാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ കീര നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് അത് നല്ല ചെറിയ രീതിക്ക് അരിഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മുടെ തോരൻ്റെ കൂട്ട് റെഡിയാക്കാനായിട്ട് തേങ്ങ എടുക്കുക. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക, 2 പച്ചമുളക്, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടിച്ചെടുക്കണം, ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഞാൻ അത്യാവശ്യം ഒന്ന് അരച്ചെടുക്കും, കാര്യം എനിക്ക് കുറച്ചൊന്ന് അരഞ്ഞ് കിട്ടുന്നതാണ് ഇഷ്ടം. അങ്ങനെ നമുക്ക് മീനൊക്കെ എന്തായെന്ന് നോക്കാം. മീനൊക്കെ അത്യാവശ്യം വെന്ത് വരുന്നുണ്ട്. അപ്പോൾ വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക്. അതിന് മുന്നേ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ, ഒരു ചെറിയ തക്കാളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക, കാര്യം നമ്മൾ ഇടയ്ക്കുന്ന് ആഡ് ചെയ്യുന്നതായതുകൊണ്ട് ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക, കുറച്ച് ഗ്രേവിക്കും ഒക്കെ വേണ്ടിയിട്ട്. പിന്നെയും അടച്ച് വെച്ചിട്ടൊരു 5-10 മിനിറ്റും കൂടെ തിളപ്പിക്കണം. ആ സമയം കൊണ്ട് നമുക്ക് തോരൻ റെഡിയാക്കാനായിട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക, കടുക് പൊട്ടിക്കുക, അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള കീര ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് കീരയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുന്ന വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു കൂട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതൊന്നെല്ലാം ഒന്ന് പിടിച്ച് വരുന്ന ഒരു ഇതാവുമ്പം അതിനുശേഷം നമുക്കതിലേക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് മൂടി വെച്ചിത് വേവിക്കണം. അങ്ങനെ നമ്മുടെ മീനും തോരനൊക്കെ അവിടെ ഇരുന്ന് മൂടി വെച്ചിട്ടൊരു ലോ ഫ്ലെയിമിലിരുന്ന് നന്നായിട്ട് വേവട്ടെ. മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്, കഷ്ണമൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്, അത്യാവശ്യം അരപ്പുമുണ്ട്. അപ്പം നമ്മുടെ മീൻ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയുണ്ട്, ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കാൻ. എനിക്ക് കുക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് എനിക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും മനസ്സിലാവാറില്ല. പിന്നെ ഞാൻ അത്യാവശ്യം റെഡിയാക്കി. ഇനി നമ്മുടെ പുളിശ്ശേരി ഒഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം, പുളിശ്ശേരി ഉണ്ടാക്കാം. അതിനായിട്ട് തേങ്ങ എടുക്കുക, 2 പച്ചമുളക്, കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് മിക്സിയിൽ അടിക്കുക. ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന പുളിശ്ശേരിയാണ്, നമുക്ക് പല തരത്തിൽ പുളിശ്ശേരി ഉണ്ടാക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അതൊന്ന് അടിച്ചെടുത്തിട്ട് അതിലേക്ക് കട്ടത്തൈര് മിക്സ് ചെയ്യുക, ഒന്നും കൂടെ നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. എന്നിട്ട് കടുക് വറുക്കുക, അതിൽ തന്നെ ഇത് ആഡ് ചെയ്യുക. പക്ഷേ എല്ലാം ലോ ഫ്ലെയിമിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പുളിശ്ശേരി കയ്യിൽ നിന്ന് പോവും. അപ്പം നമ്മുടെ തോരൻ അത്യാവശ്യം റെഡിയായി. ഇനി നമുക്കൊരു പാൻ എടുക്കുക, അതിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്യുക, ചെറിയ ഉള്ളി, വറ്റൽമുളക്, കരിവേപ്പില, കടുക്, ഇത്രയും നമുക്ക് ഇട്ട് കടുക് പൊട്ടിക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊരു വിധമായി വരുമ്പോൾ ഞാൻ ഒരു നുള്ളു മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കും, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടും ആ ഒരു കളറിന് വേണ്ടിയിട്ടുമാണ്. അതും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു നമ്മുടെ പുളിശ്ശേരിക്ക് കൂട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കുക. അപ്പം തന്നെ വെള്ളം ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക, തിളക്കുകയും ചെയ്യരുത്. അപ്പം ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ ഓഫ് ചെയ്യുക. കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഉച്ചയ്ക്കത്തെ. ഇനി പോയി നമുക്ക് കുറച്ച് നേരം TV കാണാം. സമയം ഇപ്പോൾ 12:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ 1:30 വരെ എന്തായാലും ലേറ്റ് ആയിട്ടല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, 10:30 ആയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ. അപ്പോൾ ഇനി നമുക്കൊരു 1:30 ആകുമ്പോൾ ഭക്ഷണം കഴിക്കാം.
രാത്രിത്തെ ഭക്ഷണം കുക്ക് ചെയ്യാറായി. മണിയിപ്പോൾ ഒരു 7 മണിയായി, സന്ധ്യ കഴിഞ്ഞു. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ഇരിക്കുക, അതിൽ കടുകിടുക, പച്ചമുളക്, സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മിക്സ് ചെയ്യുക. അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യുക. അങ്ങനെ അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തതിനെടുത്തതിന് ശേഷം നമുക്ക് മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് മസാലയുടെ മണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ തട്ടിക്കൂട്ടി പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്, അപ്പം പല രീതിക്ക് നമുക്കിത് ഉണ്ടാക്കാം. ഇത് 1 വേ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അങ്ങനെ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഉടഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു ചെറിയ കപ്പ് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വേവിക്കാം. അതിനുശേഷം തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുത്തു ഞാൻ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു മഗ്ഗിലൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തു, കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട്. അപ്പം എരിയും ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നത്. അങ്ങനെ നന്നായിട്ട് കുറുകി വരുന്നവരൊന്ന് ഇതാക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചപ്പാത്തിയും കൂടെ റെഡിയാക്കാം. അപ്പോൾ അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം വെറുതെ ടെറസിലൊക്കെ പോയി കുറച്ച് നേരം ഇരുന്ന് വീട്ടിലൊക്കെ കാര്യം പറഞ്ഞു. അപ്പോൾ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ പ്ലസ് വാട്ട് ഐ കുക്ക് ടുഡേ എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ, ബൈ.